മുല്ലപ്പും പള്ളിയിലെ മുക്കുത്തിക്കവിളിലെ കൊറേ നേരം കണ്ണാടിയിൽ നോക്കിക്കണ്. കൊറേ നേരം നോക്കിയാ ഉള്ള ഭംഗിയല്ലേ കാണുള്ളൂ, അതിൽ കൂടുതൽ വലുതും കാണും. ആ എന്നിട്ടാണോ നീ ഡെയിലി 100 വട്ടം വന്ന് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഒരുങ്ങണത്? ഉള്ളതന്നെ കാണുള്ളൂ, പിന്നെ എന്തിനാ നോക്കേണ്ട ആവശ്യം? ഞാൻ നോക്കണ നോട്ടം വേറെ, നിങ്ങൾ നോക്കണ നോട്ടം വേറെ. അല്ല, അതെന്ത് വ്യത്യാസം? രണ്ടുപേരും കണ്ണാടിയല്ലേ നോക്കണത്, പിന്നെ അതിൽ വ്യത്യാസം വരാനുള്ളത്? നമ്മൾ കണ്ണാടി നോക്കുമ്പോഴേ നമ്മുടെ മുഖത്തോ മേത്തോ എന്തെങ്കിലും കറയുണ്ടെങ്കിൽ നമുക്ക് ആ കണ്ണാടി കാണിച്ചു തരും. അത് കാണിച്ചു. അതേപോലെ തന്നെയാണ് നമ്മളെ പറ്റി ഒരാള് എന്തെങ്കിലും കുറ്റോ കുറവോ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതാരെ പറഞ്ഞെന്ന് നോക്കരുത്. നമ്മുടെ കുറ്റങ്ങൾ മാറ്റി തിരുത്താൻ നോക്കണം. അല്ലാണ്ട് അയാളെടുത്ത് പോയി ദേഷ്യപ്പെടല്ല വേണ്ടത്. മനസ്സിലായ? ഇത്രയൊക്കെ കാര്യങ്ങളുണ്ടോ കണ്ണാടിയില്? പുതിയ അറിവാണല്ലോ. അത് മാത്രല്ല, ഇനിയുണ്ട്. അല്ലാണ്ട് നമ്മള് കണ്ണാടി നോക്കുമ്പോ നമ്മൾ ഉള്ളതല്ല ഇതിൽ കാണിക്കണല്ലോ. അതേപോലെ തന്നെ നമ്മൾ ഒരാളെ പറ്റി പറയുമ്പോ ഉള്ളത് പോലെ പറയണം. അല്ലാണ്ട് കൂട്ടിയോ കുറച്ചോ ഒന്നും പറയാൻ പാടില്ല. അത് മാത്രല്ല, നമ്മളിപ്പോ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പോയി കഴിഞ്ഞാ നമ്മളെ പിന്നെ കണ്ണാടിയിൽ കാണുമോ? കാണില്ല. അതുപോലെ തന്നെ നമ്മളെ മുമ്പിൽ ഒരാൾ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അയാളെ പറ്റി പറയാൻ പാടുള്ളൂ. അയാൾ പോയി കഴിഞ്ഞാൽ നമ്മൾ അയാളെ പറ്റി ഒന്നും പറയാൻ പാടില്ല. അടിപൊളി. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കണ്ണാടി നോക്കണത്. അയ്യോ, നിനക്ക് കണ്ണാടി നോക്കാൻ ഓരോ കാരണങ്ങൾ പറയുന്നു. അതായത് കൊള്ളാം. എന്നിട്ട് നിങ്ങൾ പറഞ്ഞേ? അതെ, ഒന്നുമില്ല. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ? അല്ല, കണ്ണാടിനെ പറ്റി ഇത്രയൊക്കെ പറഞ്ഞെന്ന് എനിക്ക് ചോദിക്കാണ്. ഈ വേറൊരു ടൈപ്പ് കണ്ണാടി ഉണ്ട്. നമ്മൾ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ മുഖം വലുതായി കാണും, തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര അകലമായിട്ട് തോന്നും. അങ്ങനത്തെ ഒരു കണ്ണാടി ഉണ്ട്, കേട്ടിട്ടുണ്ട്? അതിനെ പറ്റി എന്താ പറയാനുള്ളത്? എന്ത് പറഞ്ഞാലും ഒരേ മുട്ട് ഞാൻ കൊണ്ട് വന്നോളാം.